നിങ്ങളുടെ കുട്ടികൾ സോഷ്യൽ മീഡിയയിൽ സേഫ് അല്ല എന്ന് ഞാൻ പറഞ്ഞാൽ അത് നിങ്ങൾക്ക് ആർക്കും വിശ്വസിക്കാൻ അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമല്ല. കാരണം നമ്മളെല്ലാവരും കുട്ടികളും സോഷ്യൽ മീഡിയയും തമ്മിലുള്ള അകലം എത്രത്തോളം കൂട്ടാൻ പറ്റുമോ അത്രത്തോളം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഡെയിലി സോഷ്യൽ മീഡിയയിലൂടെ തന്നെയും മറ്റ് പ്ലാറ്റ്ഫോമുകളിലൂടെയും പത്രത്തിലൂടെയും ന്യൂസിലൂടെയും ഒക്കെ നമ്മൾ കാണുന്ന പല കാര്യങ്ങളുണ്ട്. കുട്ടികളും സോഷ്യൽ മീഡിയയും റിലേറ്റ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങൾ, അവർക്ക് സംഭവിച്ചിട്ടുള്ള പല അപകടങ്ങൾ, അവരെ പലരും ചൂഷണം ചെയ്തിട്ടുള്ള വാർത്തകൾ, പലതരത്തിൽ എങ്ങനെ ഈ സോഷ്യൽ മീഡിയ കുട്ടികളുടെ ബുദ്ധിയെയും അവരുടെ മാനസികാവസ്ഥയെയും അഫക്റ്റ് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങൾ എല്ലാം നമ്മൾ ഡെയിലി കേൾക്കുന്നതാണ്. എന്നാൽ നിങ്ങൾ ചിന്തിക്കാത്ത തരത്തിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മറ്റൊരു പ്ലാറ്റ്ഫോം, നോർമലി നമ്മൾ ഈ സോഷ്യൽ മീഡിയ എന്നൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ യൂട്യൂബ്, ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഇതിലൊക്കെയുള്ള കുട്ടികളുടെ അക്കൗണ്ട്, ചിലപ്പോൾ കുട്ടികളുടെ തന്നെ അക്കൗണ്ട് ആയിരിക്കാം, കുറച്ചുകൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ, ഇല്ലെങ്കിൽ പാരൻസിൻ്റെ അക്കൗണ്ട് യൂസ് ചെയ്തിട്ടായിരിക്കാം അവർ ഇതൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതായിരിക്കും ജനറലി നമ്മൾ കണ്ടെത്തിയിരിക്കുന്ന പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം. അപ്പോൾ ഇതിൽ നിന്നൊക്കെ തന്നെ പാരൻസിന് ഒരു പ്രത്യേകിച്ച് ഇന്ത്യൻ പാരൻസിന് നല്ല രീതിയിലുള്ള ഒരു മേൽനോട്ടം അതിലൊക്കെ ഉണ്ടാവും. പക്ഷേ ഇതൊന്നും അല്ലാത്ത രീതിയിൽ പല കുട്ടികളും ഇന്ന് അഫക്റ്റ് ചെയ്യുന്ന മറ്റൊരു പ്രോബ്ലം ഉണ്ട്, റോബ്ലോക്സ്. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, കുട്ടികൾ പരസ്പരം അവർ കളിക്കുന്ന ഒരു ഓൺലൈൻ ഗെയിം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ കഴിയുന്നുണ്ട്, അല്ലെങ്കിൽ അത് അവരെ മറ്റൊരു തരത്തിലുള്ള ഒരു ചൂഷണത്തിന് ഇരയാക്കുന്നുണ്ട് എന്ന് എപ്പോഴെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇല്ലെങ്കിൽ ഇത് അങ്ങനെ ചിന്തിക്കേണ്ട ഒരു ടൈമാണ്. നമ്മുടെ കുട്ടികൾ ഡെയിലി കളിക്കുന്ന, അല്ലെങ്കിൽ അവർ വെക്കേഷൻ പീരീഡ് കളിക്കുന്ന, അവരുടെ ഗ്രൂപ്പായിട്ടോ അല്ലെങ്കിൽ ഓൺലൈനായിട്ടോ മറ്റ് സുഹൃത്തുക്കളോടൊപ്പം കളിക്കുന്ന പല ഓൺലൈൻ ഗെയിമുകളെ കുറിച്ചാണ്. അതിൽ ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത നെയിം റോബ്ലോക്സ്. ഈ റോബ്ലോക്സ് എന്നൊരു പേര് കേരളത്തിൽ അത്രത്തോളം വ്യാപകമായി എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഞാനും വളരെ അടുത്ത ഇടയ്ക്കാണ് ഇതിനെപ്പറ്റി അറിയുന്നത്. ഞാനൊരു പ്രശസ്ത സൈക്കോളജിസ്റ്റിൻ്റെ ഒരു പോഡ്കാസ്റ്റിലൂടെയാണ് ഞാൻ ഈ ഒരു ഗെയിമിനെ കുറിച്ച് അറിയുന്നതും. ഇത് അറിഞ്ഞപ്പോൾ, ഈ ഗെയിം എന്താണ് കുട്ടികളോട് ചെയ്യുന്നത് എന്നറിഞ്ഞപ്പോൾ അതിനെ കുറച്ച് റിസർച്ച് നടത്തി ഞാൻ കണ്ടെത്തിയ കുറച്ച് കാര്യങ്ങളുണ്ട്. 2004 സാധാരണ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഗെയിമായിട്ട് സ്റ്റാർട്ട് ചെയ്യുകയായിരുന്നു റോബ്ലോക്സ്. അത് ആര് നോക്കിയാലും ആ ഒരു ടൈമിൽ വളരെ ഭംഗിയുള്ള കുറച്ച് കഥാപാത്രങ്ങളും കുറെ കളർഫുൾ ആയിട്ടുള്ള സെറ്റിങ്സും ഒക്കെ കുട്ടികൾക്ക് ഭയങ്കര ഒരു പ്രോബ്ലം ഇല്ലാത്തൊരു ഗെയിം എന്നുള്ളൊരു രീതിയിലാണ് നമ്മളെപ്പോഴും അതിനെ കണ്ടുകൊണ്ടിരുന്നത്. പുറം രാജ്യങ്ങളിലൊക്കെ ഇത് വളരെ പ്രചാരത്തിലുള്ളതാണ് ഇപ്പോഴും. ഈ റോബ്ലോക്സിന്റെ ഒരു ഹിസ്റ്ററി എന്ന് പറയുന്നത് ഡേവിഡ് ബെസ്കി എന്ന് പറയുന്ന ഒരു ആളാണ് ഇത് കണ്ടെത്തിയത്. 2004 ഇത് തുടങ്ങിയെങ്കിലും 2006 ഇത് ഒഫീഷ്യലി ലോഞ്ച് ചെയ്യുന്നതും. അന്ന് മുതൽ ഇന്ന് വരെ ഒരുപാട് കുട്ടികൾ, ഈവൻ വളരെ മുതിർന്നവർ പോലും ഈ ഒരു ഗെയിം ആസ്വദിക്കുന്നുണ്ട്, അവരിത് കളിക്കുന്നുണ്ട്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഓരോ ആൾക്കാർ കളിക്കുമ്പോഴും നമുക്കിത് ഓരോ ഗെയിമാണ്. കുട്ടികളുടെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കാൻ ആക്ച്വലി ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. അവരെ പല സിറ്റുവേഷനിൽ നിന്നും അവർക്ക് രക്ഷപ്പെടാനുള്ള കുറെ ഗുണങ്ങൾ അവർക്ക് കിട്ടും. പല സ്കിൽസ് അവർ ഇതിൽ നിന്ന് ഡെവലപ്പ് ചെയ്യും. ഒക്കെ ശരിയാണ്. എങ്കിലും ഈ റോബ്ലോക്സിനെ മെയിൻലി വേറിട്ട് നിൽക്കുന്നത് അതിലെ റോൾ പ്ലേ ഗെയിംസ് ആണ്. റോൾ പ്ലേ ഗെയിംസ് എന്ന് പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ആ ഗെയിം കളിക്കുമ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള രീതിയിൽ ആ ഗെയിം കളിക്കാൻ പറ്റും. അതുപോലെ തന്നെ മറ്റൊരാളത് കളിക്കുമ്പോൾ അവർക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ പുതിയ സ്റ്റോറീസ് ഉണ്ടാക്കി അതിലേക്ക് അവർക്ക് കളിക്കാൻ പറ്റും. അത് മാത്രമല്ല, എനിക്ക് വേണമെങ്കിൽ മറ്റൊരാളെ ഇതിലേക്ക് ഇൻവൈറ്റ് ചെയ്യാം, ഈ ഒരു കാര്യത്തിൽ അവരെ ഇൻവോൾവ് ചെയ്യിക്കാം. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഗെയിം പോലെ ഇത് കൊണ്ടുവരാം. ഇത് മാത്രമല്ല, ഹൊറർ ഗെയിംസ്, ഫാഷൻ ഗെയിംസ്, സോഷ്യൽ ഹാങ് ഔട്ട്സ്, പലർക്കും സംസാരിക്കാനും അവർക്ക് ഒത്തുകൂടാനും ഒക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ട് ഇത് മാറുന്നുണ്ട്. അതുപോലെ സർവൈവൽ ഗെയിംസ്, ഇങ്ങനെയുള്ള പല തരത്തിലുള്ള ഗെയിംസ് ആക്കി ഈ ഒരു ഒറ്റ റോബ്ലോക്സ് എന്ന് പറയുന്ന സിറ്റുവേഷനിനുള്ളിൽ തന്നെ അവർക്കിത് നടത്തിക്കൊണ്ട് പോകാൻ പറ്റും. അപ്പോൾ ഇതൊരു മുതിർന്ന വ്യക്തി കളിക്കുകയാണെങ്കിൽ യെസ്, അവർക്ക് ഇതിൽ ഏതാണ് വിർച്വൽ ഏതാണ് റിയൽ എന്നുള്ളത് തിരിച്ചറിയാനും അവർക്ക് അതുമായിട്ട് മുന്നോട്ട് പോകാനും ഇത് അവരെ മറ്റൊരു രീതിയിൽ അഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ കൊണ്ടുപോകാനും കഴിയും. പക്ഷേ ഈ ഒരു ഗെയിം കളിക്കുന്നതിൽ മെജോറിറ്റി ഒരു 67% കുട്ടികളാണ്. കുട്ടികൾ മെയിൻലി ടീനേജിലേക്ക് കടക്കുന്ന കുട്ടികൾ, ടീനേജ് സ്റ്റുഡൻസ്, അവരാണ് ഇത് മെയിനായിട്ട് കളിക്കുന്നത്. ഒരു 67% തന്നെയാണെന്ന് പറയാം. അപ്പോൾ ഇവരുടെ കാര്യത്തിൽ എന്ന് പറഞ്ഞാൽ
ആക്ച്വലി ഇവർ ഒരു വിർച്വൽ വേൾഡിലേക്ക് എൻ്റർ ചെയ്യപ്പെടുകയാണ്. ഈ ഒരു വിർച്വൽ വേൾഡിലേക്ക് അവർ എൻ്റർ ചെയ്യുമ്പോൾ അവർക്ക് അവിടെ മറ്റൊരു ഐഡന്റിറ്റി ആയിരിക്കാം. നമ്മൾ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ നമ്മുടെ ഒരു അവതാർസ് ക്രിയേറ്റ് ചെയ്യില്ലേ, അതുപോലെ നമ്മുടെ ഒരു ക്യാരക്ടറിനെ അതിനകത്ത് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാം. അതുപോലെ ഒരുപാട് ഡിഫറെൻറ്റ് ഗെയിംസ് അവർക്ക് കളിക്കാൻ പറ്റും. പക്ഷെ അതിൽ ഈ പറഞ്ഞതുപോലെ ഹൊറർ ഗെയിംസ് ഉണ്ടാവാം, സോഷ്യൽ ഹാങ് ഔട്ട്സ് ഉണ്ടാവാം, മറ്റ് പല രീതിയിലുള്ള ഗെയിംസ് ഉണ്ടാവാം. ഇതെല്ലാം ഇവരെ ആരാണോ ഈ ഗെയിമിലേക്ക് ഇൻവൈറ്റ് ചെയ്യുന്നത് അവർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഗെയിംസും ഉണ്ടാകും. അപ്പൊ ഇത്തരത്തിലുള്ള ഗെയിമിലേക്ക് ഒരു ടീനേജിലുള്ളൊരു കുട്ടി കയറുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത്? അതൊരു വിർച്വൽ വേൾഡിൽ നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇവരെ അത് മാനസികമായി അഫക്റ്റ് ചെയ്യാം. ഇതിലീ പറഞ്ഞതുപോലെ ഹൊറർ ഗെയിംസ് ഉണ്ട് എന്നതുപോലെ തന്നെയാണ് ഇതിൽ പല രീതിയിലുള്ള സെക്ഷൽ കണ്ടന്റുകളും അവൈലബിൾ ആണ്. കുട്ടികളെ അത്തരത്തിലുള്ള ഹാങ് ഔട്ട് പ്ലേസുകൾ അതുപോലെയുള്ള ഗെയിമിലേക്ക് ഇൻവൈറ്റ് ചെയ്യപ്പെടുകയും മുതിർന്നവർ ഇൻവൈറ്റ് ചെയ്യപ്പെടുകയും അതിലൂടെ തന്നെ കുട്ടികൾ അതിലേക്ക് എൻട്രി ചെയ്യുക, അതിലേക്കൊരു എക്സ്പോഷർ കുട്ടികൾക്ക് വളരെ ചെറിയൊരു പ്രായത്തിലേക്ക് കിട്ടുന്നു. അപ്പൊ ഇത്തരത്തിൽ കുട്ടികൾ അതിലേക്കൊരു എക്സ്പോഷർ കിട്ടുന്നത് ഒരു മുതിർന്ന വ്യക്തി, ഇതേ ഗെയിം കളിക്കുന്ന മറ്റൊരു മുതിർന്ന വ്യക്തിയുടെ ഒരു ഇൻവിറ്റേഷനിലൂടെ ആയിരിക്കാം. അപ്പോൾ നമുക്ക് അവരുടെ ഉദ്ദേശശുദ്ധിയെയും നമ്മൾ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഇതിൽ എത്ര അഡൽട്സ് ഈ ഒരു ഗെയിം കളിക്കുന്നു എന്നുള്ളതും അതിൽ എത്ര പേരും, ഇതിൽ പലരും ഈ ഒരു ഗെയിം കളിക്കുന്നത് പോലും കുട്ടികളുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുമായിട്ടൊരു റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പൊ ഇത്തരത്തിൽ കുട്ടികളെ മാനിപ്പുലേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഗെയിമിലേക്ക് കൊണ്ടുവരുന്നതിലൂടെ കുട്ടികളെ അവർക്ക് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നു. വളരെ ഏർലി സ്റ്റേജിലുള്ള കുട്ടികളെ ഗ്രൂമിങ് നടക്കുന്നു. അത് നല്ല രീതിയിലുള്ള ഗ്രൂമിങ് അല്ല, പല പല സിറ്റുവേഷനിലേക്കും അവർ ഈ കുട്ടികളെ നയിക്കുന്നു. ഇത്തരത്തിൽ ഈ ഒരു ഗെയിമിനെ കുറിച്ച് ഒരുപാട് റിസർച്ച് നടത്തിയപ്പോൾ പല രീതിയിൽ എനിക്ക് അറിയാൻ കഴിഞ്ഞത്, ലോകത്തെമ്പാടും ഒരുപാട് കുട്ടികൾ ഈ ഒരു ഗെയിമിൽ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. അവർക്ക് മോശമായിട്ടുള്ള പല കാര്യങ്ങളും പല എക്സ്പീരിയൻസുകളും ഈ ഒരു ഗെയിമിൽ നിന്ന് അവർക്ക് കിട്ടിയിട്ടുണ്ട്. മോശമായിട്ടുള്ള എക്സ്പീരിയൻസുകൾ എന്ന് പറയുമ്പോൾ വിർച്വൽ വേൾഡിലെ ക്രൂവൽറ്റിക്ക് പോലും കുട്ടികൾ ഇതിനകത്ത് ഇരയാകേണ്ടി വന്നിട്ടുണ്ട്, പലതരത്തിലുള്ള. അപ്പോൾ കുട്ടികൾക്ക് ഇതിനകത്ത് ഒരു റിവാർഡിങ് സിസ്റ്റം കൂടെയുണ്ട്. റിവാർഡിങ് സിസ്റ്റം, കുട്ടികൾ ഇതിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് അതിനകത്ത് കോയിൻസ് കിട്ടുന്നു, ബാഡ്ജസ് കിട്ടുന്നു, റിവാർഡുകൾ കിട്ടുന്നു, അതുപോലെ നെക്സ്റ്റ് ലെവലിലേക്ക് പോകാൻ പറ്റുന്നു. അപ്പോൾ കുട്ടികൾക്ക് ഇതൊരു ഡോപ്പമൈൻ അവരുടെ ബ്രെയിനിൽ ബൂസ്റ്റ് ചെയ്യാനുള്ള ഒരു ആക്ടിവിറ്റി ആയിട്ട് കുട്ടികൾ കാണുന്നത് കൊണ്ടിട്ട് കുട്ടികൾ കുറച്ചധികം ഇതിൽ അഡിക്റ്റഡ് ആവും. അത് മാത്രമല്ല, ഇവരുമായിട്ട് ഇതിലൊരു സെപ്പറേറ്റ് ചാറ്റ് റൂംസ് ഉണ്ടാവും. ഈ ചാറ്റ് റൂംസിൽ ഇവരുമായിട്ട് സംസാരിക്കുന്നത് പലതും അഡൽട്സ് ആയിരിക്കും. ഈ അഡൽട്സ് ഇവരുമായിട്ട് സംസാരിക്കുമ്പോൾ അതിൽ പലതരത്തിലുള്ള കണ്ടന്റുകൾ ഉണ്ടാവാം. കുട്ടികളുടെ ഡീറ്റെയിൽസ് എടുക്കുന്നുണ്ടാവാം. വളരെ റീസെൻ്റായി ഇന്ത്യയിൽ തന്നെ നടന്നൊരു സംഭവമാണ്. ഒരു പെൺകുട്ടിയുടെ ഡീറ്റെയിൽസ് കംപ്ലീറ്റ്, കുട്ടിയുടെ സ്കൂള്, അവരുടെ വീട് എവിടെയാണ്, പാരൻസിന്റെ ഡീറ്റെയിൽസ്, ഇതെല്ലാം ഈ ഒരു സംഭാഷണത്തിലൂടെ ഒരു അപരിചിതൻ ഈ ഗെയിമിനിടയിൽ തന്നെ ഈ കുട്ടിയിൽ നിന്ന് കളക്ട് ചെയ്യപ്പെടുകയും ഈ കുട്ടിയെ കിഡ്നാപ്പ് ചെയ്യുകയും ചെയ്തു. അത്തരത്തിലുള്ള അവസ്ഥകൾ നമ്മുടെ രാജ്യത്ത് നടക്കുന്നു. മറ്റു പുറം രാജ്യങ്ങളിൽ ഇതിലും വളരെ ഭീകരമായിട്ടുള്ള കാര്യങ്ങളാണ് നടക്കുന്നത്. വളരെ റീസെന്റ് ആയിട്ട് ഞാൻ കണ്ട ഒരു പോഡ്കാസ്റ്റിൽ ഒരു സൈക്കോളജിസ്റ്റ് പറയുന്നു, ഒരു ബ്രദറും സിസ്റ്ററും അവർ രണ്ടുപേരും ഈ ഒരു ഗെയിമിൽ കളിക്കാൻ അവർ റെഡിയാണ്. പക്ഷേ പെൺകുട്ടി കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ പെൺകുട്ടിക്ക് ഈ ഗെയിം അത്രത്തോളം താല്പര്യപ്പെടുന്നില്ല, അവൾ കളിക്കുന്നില്ല, ഇല്ല അമ്മ വഴക്ക് പറയുന്നു എന്ന് പറയുന്നു. അപ്പോൾ ഈ ഒരു ഗെയിം തന്നെ വരുന്ന നോട്ടിഫിക്കേഷൻ, ഈ ഗെയിം തന്നെ ഈ കുട്ടിയോട് സംസാരിക്കുകയാണ്, ആൺകുട്ടിയോട്. അപ്പൊ ഈ ഗെയിം കളിക്കാൻ വരാത്ത നിന്റെ സഹോദരി ആയിരിക്കാൻ ഒരു അവകാശവും ഇല്ലാത്തൊരു കുട്ടിയാണ് എന്നുള്ള തരത്തിലുള്ള നോട്ടിഫിക്കേഷൻസ് പോലും, മെസ്സേജസ് പോലും ഈ ഗെയിമിൽ നിന്ന് പോലും ഈ കുട്ടിക്ക് കിട്ടുന്നു. അപ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന മറ്റു മുതിർന്ന ആൾക്കാർ മാത്രമല്ല ഇവരുടെ ശത്രു. ഇതിൽ കുട്ടിയോട് സംവദിക്കുന്ന ഈ ഒരു ഗെയിം പോലും, അതിലെ നോട്ടിഫിക്കേഷൻസ് പോലും കുട്ടികളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ എത്തരത്തിൽ നമ്മുടെ കുട്ടികളെ ഗ്രൂം ചെയ്തെടുക്കാനും അവരുടെ ഏതൊക്കെ തരത്തിൽ അവരുടെ ഡീറ്റെയിൽസ് എടുക്കാനും, പല പാരൻസിന്റെയും ക്രെഡിറ്റ് കാർഡുകൾ, അവരുടെ ഡെബിറ്റ് കാർഡുകൾ ഒക്കെ ഡീറ്റെയിൽസ് വരെ പങ്കുവെക്കുന്ന പല കേസസും ഉണ്ടായിട്ടുണ്ട്. അത് മാത്രമല്ല, കുട്ടികളെ പല രീതിയിൽ മാനസികമായിട്ട് ടോർച്ചർ ചെയ്യുന്ന ചാറ്റ് റൂംസ് ഉണ്ട്.
ഇതൊക്കെ കുട്ടികളിൽ വളരെ വലിയൊരു ട്രോമ ഉണ്ടാക്കും. റിയൽ ലൈഫിലെ ട്രോമ എന്നുള്ളതിനപ്പുറം ഒരു വിർച്വൽ ലൈഫിലെ ട്രോമ അവരെ വലിയൊരു രീതിയിൽ എഫക്റ്റ് ചെയ്യും. പിന്നീട് വിർച്വൽ ലൈഫ് ഏതാണ്, റിയൽ ലൈഫ് ഏതാണ് എന്നുള്ളത് തിരിച്ചറിയാൻ പറ്റാത്ത വിധത്തിൽ പോലും കുട്ടികളെ ഇത് അഫക്റ്റ് ചെയ്യാം. നമ്മളെപ്പോഴും കുട്ടികളെ ഗെയിം കളിക്കുന്നു, ശരിയാണ്. എനിക്ക് 3 വയസ്സുള്ള ഒരു കുഞ്ഞാണുള്ളത്. ഞാൻ കുഞ്ഞിന് ഫോൺ ഉപയോഗിക്കാൻ കൊടുക്കുന്നുണ്ട്. ഞാൻ എത്രത്തോളം അത് വേണ്ട എന്ന് വിചാരിച്ചാൽ പോലും എനിക്ക് ചില സമയങ്ങളിൽ അത് ചെയ്യാതിരിക്കാൻ കഴിയില്ല. അതെ, കാരണം നമ്മുടെ സൊസൈറ്റി മാത്രമല്ല, നമ്മുടെ വേൾഡ് അത്രത്തോളം ഡിജിറ്റലി പ്രോഗ്രസ്ഡ് ആണ്. നമുക്ക് ഒരു കുട്ടികളെയും നമുക്ക് ഡിജിറ്റൽ ലോകത്തിൽ നിന്നും ഇനി മാറ്റി നിർത്താൻ നമുക്ക് കഴിയില്ല. അവർ അത്രത്തോളം എക്സ്പോസ്ഡ് ആണ് ഈ ഒരു ഡിജിറ്റൽ വേൾഡിലേക്ക്. അപ്പോൾ എനിക്ക് അതിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ എനിക്ക് പിന്തിരിപ്പിക്കാൻ കഴിയുന്നില്ല. ഞാൻ പോലും കുഞ്ഞിനെ പല ഗെയിംസ് കളിപ്പിക്കുന്നുണ്ട്. ടോഡ്ലർ ഗെയിംസ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കളിപ്പിക്കുന്നുണ്ട്. അത് വളരെ രസമായിട്ട് ചെയ്യുന്നു. വളരെ ഫാസ്റ്റ് ലേണിംഗ് ആയിട്ട് കുട്ടികൾ വളരെ പെട്ടെന്ന് ഇതൊക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഒരു 3 വയസ്സുള്ള ഒരു കുഞ്ഞിന് ഇതൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ, ഇത് എൻ്റെ പാരന്റിൽ മോണിറ്ററിംഗിൽ മാത്രമാണ് ഇത് ഞാൻ നടത്തുന്നത്, അല്ലാത്ത സമയത്ത് കൊടുക്കാറില്ല. അല്ലാത്തപ്പോഴും ഇത് ചെയ്യുന്ന പല പാരന്റ്സും ഉണ്ട്. അതൊരിക്കലും പാരന്റ്സിന്റെ തെറ്റല്ല. കാരണം ഈ ഡിജിറ്റൽ വേൾഡിൽ നമുക്ക് ഇതിൽ വേറെ ഒന്നും നമുക്ക് ചെയ്യാനില്ല. ബട്ട് ഇവിടെ മോണിറ്ററിങ് വളരെ അത്യാവശ്യമാണ്. അപ്പൊ നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ ഒരു കാര്യത്തിനെ കുറിച്ച് അറിയുന്നത് വരെ ഞാൻ ചിന്തിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഗെയിമിലൂടെ പോലും കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം എന്നുള്ളത്. അപ്പൊ അതിനുശേഷമാണ് ഞാനും ഒന്ന് റീതിങ്ക് ചെയ്യുന്നത്. യെസ്, അപ്പൊ ഇതുപോലെയുള്ള ഗെയിംസിൽ കൂടെയും കുട്ടികൾക്ക് പല രീതിയിലുള്ള പ്രോബ്ലംസ് ഉണ്ടാവാം. മറ്റ് പല ആൾക്കാർ കുട്ടികൾ പ്രത്യേകിച്ച് ഓൺലൈൻ ഗെയിംസ്, അവരെ മറ്റ് പല ആൾക്കാർ കുട്ടികളുമായിട്ട് കോൺവെർസേഷൻ നടത്തുന്നുണ്ട്, സംസാരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരെ മറ്റു പല രീതിയിൽ അവരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്നുള്ളത്. ആസ് എ ടീച്ചർ, ഞാൻ ഒരു ടീനേജ് കുട്ടിയെ ഹാൻഡിൽ ചെയ്യുമ്പോൾ പോലും ഞാനിപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നത്. അവർക്ക് എത്രത്തോളം അവയർനെസ് കൊടുക്കാൻ പറ്റുമോ അത്രത്തോളം അവയർനെസ് കൊടുക്കാനും ഞാൻ ശ്രമിക്കാറുണ്ട്. എത്ര തന്നെ നമ്മൾ ഈ കുട്ടികളെ മാനേജ് ചെയ്യാൻ നോക്കുമ്പോഴും, പ്രത്യേകിച്ച് ടീനേജിലുള്ള കുട്ടികൾ, അവർ ചിലപ്പോൾ നമ്മൾ അവരെ കൺട്രോൾ ചെയ്യുന്നു എന്നുള്ള രീതിയിലായിരിക്കും അതിനെ എടുക്കുക. അപ്പോൾ ഈ ഒരു മോണിറ്ററിങ്ങും അതുപോലെ തന്നെ കുട്ടികളുമായിട്ടുള്ള ഈ ഒരു കാര്യം അവരെ ഇത് അറിയിപ്പിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് പാരൻസിന്റെ മാത്രം റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം മറ്റാരും നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിൽക്കില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരെ ഒരു കൺട്രോൾ ചെയ്യുകയാണ് എന്നുള്ളൊരു വിധത്തിൽ, അവർക്ക് തോന്നിപ്പിക്കാത്ത വിധത്തിൽ അവരുടെ കൂടെ ഈ ഒരു ഗെയിം ഒന്ന് കളിച്ചു നോക്കുക. അപ്പൊ അവര് ഏതൊക്കെ ചാറ്റ് റൂംസിലാണോ ഇൻവോൾവ് ആയിട്ടുള്ളത്, ഈ ചാറ്റ് റൂംസ് നിങ്ങൾ കൂടി മോണിറ്റർ ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പുവരുത്തുക. ഏതൊക്കെ ആൾക്കാരാണ് കുട്ടിയുമായി ഓൺലൈനിൽ സംസാരിക്കുന്നത്. നമ്മുടെ ലോകത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഓൺലൈനിലൂടെ പരിചയപ്പെട്ട ആൾക്കാർ നമ്മുടെ കുട്ടികളെ ചൂഷണം ചെയ്യുന്നത്. അപ്പോൾ അത് ചിലപ്പോൾ അടുത്തുള്ള ഒരാളായിരിക്കണമെന്നില്ല. ഒരു ഫിസിക്കൽ അബ്യൂസോ അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ പ്രസൻസ് കൊണ്ടോ ഉണ്ടാവുന്ന ഒരു അബ്യൂസ് ആയിരിക്കണം എന്നില്ല നമ്മുടെ കുട്ടികളെ ഒരു ലൈഫ് ലോങ് നീണ്ട ട്രോമയിലേക്ക് തള്ളിവിടുന്നത്. അത് ചിലപ്പോൾ വളരെ അകലെ നിന്ന്, മറ്റേതെങ്കിലും ഒരു രാജ്യത്ത് നിന്ന് അവരെ കൺട്രോൾ ചെയ്യുന്ന ഒരാളായിരിക്കാം. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ തിരക്കേണ്ട ഒരു കാര്യം, കുട്ടികൾ ആരൊക്കെ ആയിട്ടാണ് ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഗെയിംസ്, അവർ ഏതൊക്കെ ഗെയിംസ് ആണ് കുട്ടികൾ കളിക്കുന്നത്. പല പാരൻസും പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, അവർ എന്തൊക്കെയോ ഗെയിംസ് കളിക്കുകയാണ്, സ്പോർട്സിന്റെ ഗെയിംസ് കളിക്കുകയാണ്, മറ്റു പല ഗെയിംസ് കളിക്കുകയാണ്, എനിക്കറിയില്ല ഏതൊക്കെയാണ്. പക്ഷെ ഇത് നിങ്ങളുടെ ഒരു അറിവില്ലായ്മ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിൽ ഇൻട്രസ്റ്റ് ഇല്ലാതിരിക്കുന്നത് കൊണ്ടിട്ട് ചിലപ്പോൾ മറ്റു പല പ്രശ്നങ്ങളും നിങ്ങൾ അറിയാതെ പോകും. കുട്ടികളുമായിട്ടൊരു ഓപ്പൺ ടോക്ക് നിങ്ങൾ നടത്തുക, അവരുമായിട്ട് സംസാരിക്കുക. ഇത്തരത്തിലുള്ള ഗെയിമുകളെ കുറിച്ചും അവർക്ക് എന്തൊക്കെയാണ് ഇൻട്രസ്റ്റ് ഉള്ളത് എന്നതിനെ കുറിച്ചും, ഇതിൽ അവരുടെ ഇൻവോൾവ്മെന്റ് എത്രത്തോളമാണ് എന്നുള്ളതിനെ കുറിച്ചും ഒക്കെ നിങ്ങൾ അറിയേണ്ടിയിരിക്കുന്നു. ഏതൊരു പാരന്റ് ആയാലും ഇതെല്ലാം അവരുടെ കുഞ്ഞിനെ കുറിച്ചിട്ടുള്ള ഇത്രയും കാര്യങ്ങൾ, അവർ ഡിജിറ്റൽ സ്പേസിൽ അവർ സേഫ് ആണോ, നമ്മുടെ ചുറ്റും നമ്മുടെ കൂടെ ഉള്ളപ്പോൾ, നമ്മുടെ അടുത്തുള്ളപ്പോൾ അവർ സേഫ് ആണ് എന്നുള്ളത് നമ്മൾ എത്ര ഭംഗിയായിട്ടാണ് നമ്മൾ ടേക്ക് കെയർ ചെയ്യുന്നത്, അവർ സേഫ് ആണ് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്തും. അറ്റ് ദ സെയിം ടൈം അവരൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ സ്പേസിൽ അവർ സേഫ് ആണോ എന്നുള്ളത് കൂടി നമ്മൾ ഉറപ്പുവരുത്തേണ്ടിയിരിക്കുന്നു. അല്ലാതെ നമുക്ക് ഇത്തരത്തിലുള്ള മറ്റ് പല കാര്യങ്ങളും നമുക്ക് തടുക്കാൻ ഈ ഒരു കാര്യമേ ഉള്ളൂ. കാരണം ഇതിലെയൊക്കെ പാരന്റൽ കൺട്രോൾ ആയാൽ പോലും, അല്ലെങ്കിൽ നമ്മൾ ഒരു സൈബർ ക്രൈം നമ്മൾ ഫയൽ ചെയ്യുന്നതാണെങ്കിൽ പോലും, ഇപ്പോൾ അതൊക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്.
കാരണം നമ്മുടെ ഇന്റർനെറ്റ് അല്ലെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ ഡാർക്ക് വെബ് അതുപോലെയുള്ള കണ്ടന്റ്സും കാര്യങ്ങളും ഒക്കെ ഒരുപാടുണ്ട്. അപ്പൊ അതിലൊക്കെ ഒരു എന്താ പറയാ, നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നതോ അല്ലെങ്കിൽ അതിൽ ആക്സസ് ചെയ്യുന്ന ഒരാളെ കണ്ടുപിടിക്കാൻ പറ്റുന്നതോ ഒക്കെ വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അത് നമ്മുടെ കുട്ടികൾ ഡിജിറ്റൽ സ്പേസിൽ എത്രത്തോളം സേഫ് ആണ്, അല്ലെങ്കിൽ അവർ എത്രത്തോളം അതിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നു, അത് അവർ മറ്റേതെങ്കിലും രീതിയിൽ അഫക്റ്റ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ കണ്ടുപിടിക്കേണ്ടത് നമ്മുടെ മാത്രം ഉത്തരവാദിത്തമാണ്. അത് നമ്മൾ കറക്റ്റായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇതൊക്കെ തടയാൻ കഴിയും. ഇതിലുമായിട്ട് റിസർച്ച് ചെയ്തപ്പോൾ മറ്റൊരു ന്യൂസ് ഞാൻ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ന്യൂസ് അല്ല, അതൊരു റിപ്പോർട്ടാണ്. ഒരു ഗ്രാൻഡ് ഫാദർ, ഒരു അപ്പൂപ്പൻ തൻ്റെ കൊച്ചുമകൾ ഈ റോബ്ലോക്സ് എന്ന് പറയുന്ന ഈ ഒരു ഗെയിം കളിക്കുമായിരുന്നു. ഈ റോബ്ലോക്സ് ഗെയിം കളിച്ച് കുറച്ചധികം കാലമായിട്ട് കുഞ്ഞ് കളിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വളരെ കാലമായിട്ട് ഇതിലൊരു ചാറ്റ് ബോക്സ്, ഒരു അപരിചിതനുമായിട്ട് ചാറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഈ കുഞ്ഞിൻ്റെ അമ്മ കണ്ട് അമ്മ ഇത് എന്താണ് എന്ന് മോണിറ്റർ ചെയ്യാൻ നോക്കിയപ്പോൾ ഈവൻ ആ ഒരു സ്ട്രേഞ്ചർ ആയിട്ടുള്ള ആൾ ഈ കുട്ടിയുടെ അഡ്രസ്സ്, സ്കൂളിൽ പോകുന്ന ടൈം, സ്കൂളിന്റെ അഡ്രസ്സ്, ഇതുവരെയുള്ള എല്ലാ ഡീറ്റെയിൽസും ഈ കുഞ്ഞിനോട് സംസാരിക്കുന്നുണ്ട്, ഈ കുഞ്ഞിന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നുണ്ട്. അപ്പൊ ആ ഒരു മുത്തച്ഛൻ ഇത് പറയുന്നത് തക്ക സമയത്തിന് തന്റെ മരുമകൾ ഇത് കണ്ട് പിടിച്ചത് കൊണ്ടിട്ട് ഈ കുഞ്ഞിന് മറ്റ് അപകടങ്ങളൊന്നും സംഭവിക്കാതെ അവർക്ക് രക്ഷിക്കാൻ കഴിഞ്ഞു. ഇല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ കുട്ടിയെയും കാണാതായിരിക്കാം. അത്തരത്തിലുള്ള പലതരത്തിലുള്ള ഓൺലൈൻ പ്രെഡേറ്റേഴ്സ് നമ്മുടെ ചുറ്റുമുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്ക് രക്ഷിക്കാനായിട്ട് ഇത്തരത്തിലുള്ള പല കാര്യങ്ങളെക്കുറിച്ചും നമ്മൾ മോണിറ്റർ ചെയ്താലേ സാധിക്കുകയുള്ളൂ.